എല്ലാവർക്കും നമസ്കാരം. ചെന്നൈക്ക് വളരെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഗ്യാസ് തീർന്നിട്ട് എത്ര നാളായി? ആരെങ്കിലും പോയൊന്ന് വാങ്ങോ? ആരാ അതിനൊക്കെ മെനക്കെടുന്നേ? ഈ അടുപ്പൊന്ന് ഊതി കത്തിക്കുന്നത് എങ്ങനെയാന്ന് എനിക്കേ അറിയൂ. ഒരു വിറകെങ്കിലും കീറിത്തരൂ. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. വീടാണോ ഇത്? ആ പൊന്നമ്മയുടെ വീട്ടിലെ പിള്ളേരെ നോക്ക്, എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നേ. അവർക്ക് അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെയാണെങ്കിൽ ഒരു ഏത് സമയത്ത് ടിവിയുടെ മുമ്പിലാണ്. ക്രിക്കറ്റ് കളി തന്നെ, ക്രിക്കറ്റ് കളി. അമ്മ എന്താടാ അമ്മ എന്റെ ജെട്ടിയോടെ വെച്ചേക്കുന്നേ? ആ അലമാരല്ലെങ്ങനെ കാണും, നോക്ക്. ഇവിടെങ്ങും ഇല്ലാന്ന്. ആ മോളിലത്തെ തട്ടില് ശരിക്കും നോക്കടാ. ഇല്ലമ്മ, എല്ലാ ദിവസവും ഇത് തന്നെയാണല്ലോ. എവിടെയാ വെച്ചേക്കുന്നേ? ഇപ്പൊ എന്തിട്ടോണ്ട് പോകും? അമ്മ സമയം പോകുന്നമ്മ. നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നേ? ജെട്ടി എവിടെയെന്ന് ചോദിക്കുന്നേ? എന്റെ കുടുംബത്തോട്ട് കൊണ്ടുപോയടാ. ഇത് വലിയ പൊല്ലാപ്പായല്ലോ. നനച്ചുണക്കി വെക്കുകയും വേണം, ചീത്ത വിളി കേൾക്കുകയും വേണം. അമ്മ പുതിയ ജെട്ടി ഈ പരുവത്തിലാക്കി വെച്ചേക്കുന്നേ. എന്താ അമ്മ ഇത്? എന്ത് പുതിയ ചെട്ടിയോ? എടാ ദേഷ്യപ്പെടാതെടാ. അത് അച്ഛന്റെ എന്നാ വിചാരിച്ചേ? അതിന് മൊത്തം അഴുക്കായിരുന്നു മോനെ. ഞാൻ എന്തിട്ടോണ്ടൊന്ന് പോവും? അയ്യപ്പാ, ഇവനൊരു ജെട്ടി ഉണ്ടെങ്കിൽ കൊടു, ഇട്ടോണ്ട് പോട്ടെ. അകത്തിരിപ്പുണ്ട്, എടുത്തിട്ടോടാ. നിർത്തുന്നുണ്ടോ? എടാ നിക്കടാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. നിങ്ങൾ തന്നെ നിന്നോ. നാശം പിടിച്ചവൻ, പറഞ്ഞിട്ട് കഴിക്കാതെ പോണ കണ്ടില്ലേ? എടാ ഇടവഴി കൂടെ പോകല്ലേടാ, അവിടെ പൊളിഞ്ഞു കിടക്കുക. നേരെ തന്നെ പോ. എന്താ മച്ചു, ഡ്രസ് അടിപ്പനാണല്ലോ. എടാ മച്ചു, നല്ല കളറാണല്ലോ. എന്തായാലും ഇന്നലെ മേടിച്ചതാ. എവിടെ നടന്ന് ഇതൊക്കെ ഒപ്പിക്കുന്നേ? കൊള്ളാല്ലേ? അല്ല, നീ ഇത് എവിടെ തയ്ച്ചത്? തയ്ച്ച പോലെ ഉണ്ടല്ലോടാ. സൂപ്പർ അല്ലേ? ആരാ മച്ചു ഡ്രൈവർ? കുമാരനാടാ. ടൈം എന്താ ചേട്ടാ? 8:20. ബസ് വരുന്നുണ്ടേ. സ്ഥിരം പണിയാ, സ്റ്റോപ്പിലൊക്കെ നിർത്തത്തില്ല. കുഴപ്പമില്ല. എന്തിനാ സുഹൃത്തെ ആവശ്യമില്ലാതെ വെറുതെ റിസ്ക് എടുക്കുന്നേ? ഇനിയേലും ശ്രദ്ധിക്ക്. എന്താണ് വേഷം കെട്ട്? ആര് വേഷം കെട്ടിന്ന്? വണ്ടിയുടെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. എങ്ങനെങ്കിലും തൂങ്ങി കിടന്ന് ഇങ്ങോട്ട് വരാന്ന് വെച്ചപ്പോ ഒരു കാല് വെക്കാൻ പോലും സ്ഥലം കിട്ടിയില്ല മച്ചു. എല്ലാവരുടെ മുമ്പിൽ വെച്ച് നാണം കെട്ടി പണ്ടാറാ. ഒരുപാടൊന്നും തള്ളല്ലേ. ആരടാ തള്ളു പറഞ്ഞ? ഒരു ദിവസം ഈ ബസിന്റെ ബാക്ക് ടയറിന്റെ കാലിൽ കൂടി കയറി ഇറങ്ങിയത് ഓർക്കുന്നുണ്ടോ? അത് നിങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അപ്പൊ തന്നെ പേടിച്ച് ചത്തുപോയെന്ന്. എനിക്ക് നല്ല ധൈര്യങ്ങളോട് കുഴപ്പമില്ല. പുറകെ വന്നവർ എല്ലാവരും കണ്ടു മച്ചു. അതിശയിച്ചു പോയി എല്ലാവരും എന്നെ കണ്ട്. ഈ ഡോറിൽ തൂങ്ങിക്കിടക്കുന്ന കാര്യത്തിൽ ഞാൻ കിങ്ങാടാ. അതേടാ മച്ചു, സമ്മതിച്ചു. പോടാ, കൊറേ നേരം ആയല്ലോ. ഒന്ന് പോടാ. തട്ടിപ്പോന്നുള്ള പേടിയായിരുന്നു, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നേ കണ്ടില്ലേ? ഇവൻ തന്നെയാണ് നമ്മുടെ പടത്തിലെ ഹീറോ ദിനേശ്. ഇവൻ പഠിത്തത്തിൽ അത്ര മിടുക്കനൊന്നുമല്ല. ഇപ്പോ 12th ഫെയിലാ.
കഴിഞ്ഞ 3 വർഷമായി റിപ്പീറ്റ് എഴുതി എല്ലാ പേപ്പറും പാസ്സായി. ഇംഗ്ലീഷ് മാത്രമാണ് ഫെയിൽ. എന്നാൽ ഇവനോട് എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയേ പറയൂ. BA ഹിസ്റ്ററി. എന്താടാ ഹിസ്റ്ററി എടുത്തേ? എല്ലാ കാലത്തും ഹിസ്റ്ററി പഠിക്കുന്ന പിള്ളേരെ ബെസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഹിസ്റ്ററി എടുത്തത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ കയറി പറ്റാമെന്ന് വളരെ കഷ്ടപ്പെട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇവരാണ് മനു, സാജു, വേണു, മഹേന്ദ്രൻ. ഇവരെല്ലാം ഭയങ്കര ഫ്രണ്ട്സാ. പഠിക്കാനോ ജോലിക്കോ എവിടെ പോയാലും രാവിലെ ഈ ബസ്സിലേ വരൂ, വൈകുന്നേരം ഇതിലേ തിരിച്ചു പോകൂ. ശരിക്കും ഇവരുടെ ഒരേ ഒരു തൊഴിൽ പ്രണയം തന്നെ. ദിവസവും ഇവർക്കുണ്ടാകുന്ന പ്രണയാനുഭവങ്ങളെ പറ്റി സംസാരിക്കുക, പ്രണയഗാനങ്ങൾ പാടുക, പ്രണയഗാനങ്ങൾ കേൾക്കുക, പ്രണയകഥകൾ വായിക്കുക, കാമുകിയെ പറ്റി കവിത ചൊല്ലുക. ഇനിയും പെയ്യും അവൾ എന്നരികിലുണ്ടെങ്കിൽ. പെണ്ണുങ്ങളെ വളയ്ക്കാൻ നിരന്തരമായി ഫീൽഡ് വർക്ക് ചെയ്യുക, ന്യൂ ഇയറിൽ ആവശ്യം വന്നാൽ പോസ്റ്റർ എഴുതി ഒട്ടിക്കുക തുടങ്ങി ഒരേ പ്രണയമയം തന്നെ. അതുകൊണ്ട് ഈ ഗ്രൂപ്പിന്റെ പേര് തന്നെ ലവേഴ്സ് ബോയ്സ് എന്നാണ്. ഗ്രൂപ്പിന്റെ ഹീറോ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹീറോ തന്നെ. എങ്ങനെയെങ്കിലും പ്രണയിച്ച് തന്നെ വിവാഹം കഴിക്കണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന നമ്മുടെ ഹീറോ ജീവൻ പണയം വെച്ചും ഈ ബസ്സിൽ വരുന്നത് എന്തുകൊണ്ടെന്നാൽ അനുരാഗമെന്നുള്ളിൽ പൂവിടുമ്പോൾ നാവെന്തുമ്പിതിൽ മീനാക്ഷി, ശേഷാദ്രി, റാണി മുഖർജി, അമലപ്പോളും പിന്നെ കാവ്യയും മഞ്ജു, അംബിക, രാധിക, ഗോപിക, ജ്യോതിക, സുസ്മിത, ഗൗതമി, കാർത്തിക, കീർത്തന, ഇവരെല്ലാരും എന്നുള്ള ചിന്ത തന്നെ. ഇവളാണ് നമ്മുടെ ഹീറോയുടെ ഇപ്പോഴത്തെ ഹീറോയിൻ. പേര് പൂർണിമ. അടുത്തുള്ളൊരു സാധാരണ സ്കൂളിൽ +2 പഠിക്കുന്നു. ദിവസവും ഈ ബസ്സിലാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയും ഈ ബസ്സിൽ വരുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് അറിയാതെ എപ്പോഴാണ് പ്രണയം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ മനുഷ്യന്മാരെ മെനക്കെടുത്തായിട്ട് ഓരോരുത്തന്മാരും ഇങ്ങോട്ട് കേറണം. ടിക്കറ്റ് അവിടെ ആരാ ടിക്കറ്റ് വാങ്ങാത്ത വാങ്ങ. ടിക്കറ്റ് ആളിറങ്ങാറുണ്ടോ? ഓ ഇറങ്ങ വേഗം വേഗം. എന്താടി നീ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നീ എന്താ പേടിച്ചു പോയോ?